കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ इंडी गठबंधन को सिर्फ एक ही काम आता है। इंडी गठबंधन हमारी आस्था पर चोट करता है। इन्होंने मंदिरों को, हमारे त्योहारों को भी लूट का माध्यम बना दिया है। त्रिशूलपुरम के साथ जिस प्रकार की राजनीति की जा रही है वो दुर्भाग्यपूर्ण है। सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है उससे भी श्रद्धालुओं को बहुत असुविधा आई है। ये यहां की राज्य सरकार की अक्षमता का प्रमाण है। കേരളത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇന്ത്യ മുന്നണി അവർക്കറിയുന്നത് ഒരൊറ്റ കാര്യമാണ്. അവര് നമ്മുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നു. ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ഉത്സവങ്ങൾ, ആ ഉത്സവങ്ങൾ പോലും കൊള്ളയുടെ മാധ്യമമായിട്ടാണ് അവർ കാണുന്നത്, അതിനുള്ള മാർഗമായിട്ടാണ് കാണുന്നത്. തൃശൂർ പൂരത്തെ സംബന്ധിച്ച് നടക്കുന്ന രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളി ദൗർഭാഗ്യകരമാണ്. ശബരിമലയുടെ കാര്യത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള കുത്തഴിഞ്ഞ സ്ഥിതി, ആ കുത്തഴിഞ്ഞ സ്ഥിതി ഈ നാട്ടിലെ വിശ്വാസികൾക്ക് മുഴുവൻ തന്നെ ഏറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ അത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ തെളിവ് ആണത്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ, भाजपा जब सबका साथ सबका विकास की बात करती है तो इसमें सबकी आस्था का सम्मान भी शामिल है। इसलिए आज नॉर्थ ईस्ट सहित देश के ऐसे अनेक राज्य जहां बड़ी संख्या में ईसाई आबादी रहती है वहां भाजपा की सरकारें हैं। हाल में क्रिसमस के दौरान मुझे दिल्ली में अपने आवास पर क्रिश्चियन कम्युनिटी को होस्ट करने का अवसर मिला। कम्युनिटी के धर्मगुरुओं ने, इंटेलेक्चुअल्स और अचीवर्स ने जो आशीर्वाद मुझे दिया, सरकार के काम को सराहा, उसके लिए मैं उनका फिर से आभार व्यक्त करता हूं। കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ, ഭാരതീയ ജനതാ പാർട്ടി എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എല്ലാവരുടെയും വിശ്വാസങ്ങളെയും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഹോദരന്മാർക്ക് വലിയ ജനസംഖ്യയുള്ള, വലിയ തോതിൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഭരണത്തിലിരിക്കുന്നത്. ഈ അടുത്ത ദിവസം ക്രിസ്മസിന്റെ ദിവസത്തിൽ ഡൽഹിയിലെ എൻ്റെ വസതിയിൽ ക്രൈസ്തവ സഹോദരന്മാർക്ക് അവർക്ക് ആതിഥ്യമരുളാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ആ സമൂഹത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ മതാചാര്യന്മാർ, ആ സമൂഹത്തിലെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ, അതുമാത്രമല്ല ആ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ, അങ്ങനെയുള്ളവരൊക്കെ അവരെല്ലാവരും തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ അവരുടെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള അവസരം, ആ അവസരത്തിന് ഞാൻ അവരോട് നന്ദി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്.